ലോകചരിത്രത്തിൽ പല വലിയ മതങ്ങളുടെയും വ്യാപനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വലിയ സാമ്രാജ്യങ്ങളുടെ പടയോട്ടങ്ങളും യുദ്ധങ്ങളും അധിനിവേശങ്ങളുമാണ് പലപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരാറുള്ളത്. വാളിന്റെയും അധികാരത്തിന്റെയും ശക്തിയിലാണ് ജനവിഭാഗങ്ങൾ തങ്ങളുടെ പരമ്പരാഗത വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് പുതിയ മതങ്ങളിലേക്ക് മാറിയതെന്ന ഒരു പൊതുധാരണ ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചരിത്രത്തിലെ ഈ പൊതുനിയമത്തിന് തികച്ചും വിപരീതമായി സഞ്ചരിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു രാജ്യമുണ്ട്. അതാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദ്വീപ് സമൂഹമായ ഇന്തോനേഷ്യ. ഇന്ന് 28 കോടിയോളം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. എന്നാൽ വിസ്മയകരമായ വസ്തുത എന്തെന്നാൽ ഈ പദവിയിലേക്ക് രാജ്യം എത്തിയത് ഒരു തരത്തിലുമുള്ള സൈനിക അധിനിവേശങ്ങളോ യുദ്ധങ്ങളോ കൂടാതെയാണ്. കപ്പൽ മാർഗമെത്തിയ വ്യാപാരികളിലൂടെയും സൂഫി വര്യന്മാരിലൂടെയും സാംസ്കാരികമായ പൊരുത്തപ്പെടലുകളിലൂടെയുമാണ് ഇന്തോനേഷ്യൻ ജനത ഈ വലിയ മാറ്റത്തെ സ്വീകരിച്ചത്. ഒരു വലിയ ജനസമൂഹം അതിൻ്റെ ഭൂതകാല സംസ്കാരത്തെ പൂർണ്ണമായി തള്ളിക്കളയാതെ പുതിയൊരു വിശ്വാസത്തിലേക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടു എന്ന അന്വേഷണം ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ അധ്യായങ്ങളിൽ ഒന്നാണ്. 13-ാം നൂറ്റാണ്ടോടെയാണ് ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം ശക്തമായി പ്രകടമാകാൻ തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും സജീവമായ സമുദ്ര കച്ചവട പാതകളുടെ നടുവിലാണ് ഇന്തോനേഷ്യ സ്ഥിതി ചെയ്യുന്നത്. അറബ് ലോകത്തു നിന്നും പേർഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള മുസ്ലിം വ്യാപാരികൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി സുമാത്രയിലെയും ജാവയിലെയും തുറമുഖ നഗരങ്ങളിൽ നിരന്തരമായി എത്തിക്കൊണ്ടിരുന്നു. കേവലം ചരക്കുകൾ വിൽക്കാനും വാങ്ങാനും മാത്രമല്ല അവർ ഈ യാത്രകൾ ഉപയോഗപ്പെടുത്തിയത്. തങ്ങളുടെ ജീവിത രീതിയും പെരുമാറ്റ മര്യാദകളും വഴി പ്രാദേശിക ജനതയുമായി അവർ ശക്തമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു. കടൽ തീരങ്ങളിലെ കച്ചവട കേന്ദ്രങ്ങളിൽ തമ്പടിച്ച ഈ വ്യാപാരികൾ തദ്ദേശീയരായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തതോടെ ഒരു പുതിയ സാംസ്കാരിക തലമുറ അവിടെ രൂപം കൊണ്ടു. കച്ചവടത്തിലെ സത്യസന്ധതയും പുതിയൊരു ലോകവീക്ഷണവും കണ്ടറിഞ്ഞ തദ്ദേശവാസികൾ സ്വാഭാവികമായും ഈ പുതിയ ജീവിത രീതിയിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. തുറമുഖ നഗരങ്ങളിൽ മുസ്ലിം വ്യാപാരികളുടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിച്ചതോടെ പ്രാദേശിക ഭരണാധികാരികൾ അവരുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. സാമ്പത്തികവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പല ഇന്തോനേഷ്യൻ രാജാക്കന്മാരും ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി. കച്ചവടക്കാരുമായുള്ള ബന്ധം ശക്തമാകുന്നതിനും മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഭരണാധികാരികളെ സഹായിച്ചു. ചരിത്രത്തിൽ ഇതിനൊരു മികച്ച ഉദാഹരണമാണ് സുമാത്രയുടെ വടക്കൻ തീരത്തുണ്ടായിരുന്ന സമുദ്ര പസായ് സാമ്രാജ്യം. രാജാവ് മതം മാറിയതോടെ രാജകൊട്ടാരങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന പ്രജകളും സ്വാഭാവികമായി ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറി. അധികാരത്തിൻ്റെ ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് രാജ്യം കൈവരിച്ച സാമ്പത്തിക പുരോഗതിയുടെയും പദവിയുടെയും വെളിച്ചത്തിലാണ് ജനങ്ങൾ തങ്ങളുടെ രാജാവിൻ്റെ വഴിയെ സഞ്ചരിച്ചത്. ഇസ്ലാം എത്തുന്നതിന് മുമ്പ് ഇന്തോനേഷ്യയിൽ ഹിന്ദു ബുദ്ധമതങ്ങൾക്കും ഒപ്പം പ്രകൃതി ആരാധനയിൽ അധിഷ്ഠിതമായ ആനിമസം എന്ന വിശ്വാസത്തിനുമായിരുന്നു വലിയ സ്വാധീനമുണ്ടായിരുന്നത്. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ പാരമ്പര്യങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുക എന്നത് അസാധ്യമായിരുന്നു. ഇവിടെയാണ് സൂഫി വര്യന്മാരുടെ ഇടപെടലുകൾ നിർണായകമായത്. ഇസ്ലാമിൻ്റെ ആത്മീയവും ലളിതവുമായ വശങ്ങൾക്ക് പ്രാധാന്യം നൽകിയ സൂഫികൾ പ്രാദേശികമായ ആചാരങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയാൻ ആവശ്യപ്പെട്ടില്ല. പകരം നിലവിലുണ്ടായിരുന്ന സംസ്കാരത്തിലേക്ക് ഇസ്ലാമിക മൂല്യങ്ങളെ സാവധാനം ലയിപ്പിച്ച് ചേർക്കുകയാണ് അവർ ചെയ്തത്. ജാവയിലെ പരമ്പരാഗത നിഴൽക്കുത്തായ വയാങ് കുലിത് പോലെയുള്ള കലാരൂപങ്ങളെ ഇസ്ലാമിക ചരിത്രങ്ങൾ പറയാൻ അവർ ഉപയോഗിച്ചു. വെള്ളത്തിൽ പഞ്ചസാര അലിയുന്നത് പോലെ മനോഹരമായ ഒരു സാംസ്കാരിക സമന്വയമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ പുതിയ മതം അപരിചിതമായി തോന്നിയതുമില്ല. വിശ്വാസം ജനങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇസ്ലാമിക കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ പങ്ക് വഹിച്ചു. പതിയെ രൂപം കൊണ്ട ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ നീതി നിർവഹണത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു. ഇതിനൊപ്പം തന്നെ പെസാൻഡ്രൻ എന്ന് വിളിക്കപ്പെടുന്ന പരമ്പരാഗത ബോർഡിംഗ് സ്കൂളുകളുടെ ഒരു വലിയ ശൃംഖല ദ്വീപുകളിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. ഈ സ്ഥാപനങ്ങൾ മതപഠനം മാത്രമല്ല നൽകിയത്, മറിച്ച് കൃഷിയും കച്ചവടവും സാമൂഹിക സേവനങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള പ്രധാന മാർഗമായി ഈ വിദ്യാലയങ്ങൾ മാറി. തലമുറകളിലൂടെ ഈ വിദ്യാഭ്യാസ രീതികൾ കൈമാറ്റം ചെയ്യപ്പെട്ടതോടെ ഇസ്ലാം ഇന്തോനേഷ്യൻ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിത്തീർന്നു. ഇന്തോനേഷ്യയുടെ ചരിത്രത്തെക്കുറിച്ച് ചില പാശ്ചാത്യ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തെറ്റായ വാദഗതി നിലനിന്നിരുന്നു. ഡച്ച് അധിനിവേശത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് തദ്ദേശീയർ കൂട്ടത്തോടെ മതം മാറിയത് എന്നായിരുന്നു അത്. എന്നാൽ ഡച്ചുകാർ എത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ ഇന്തോനേഷ്യയിലെ പ്രധാന ജനവിഭാഗങ്ങൾ ഇസ്ലാമിക വ്യക്തിത്വം കൈവരിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യൂറോപ്യൻ ശക്തികളുടെ അധിനിവേശ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഈ പൊതുവിശ്വാസം അവരെ ഒന്നിപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത്. ഒരു ബാഹ്യശക്തിയുടെയും നിർബന്ധമില്ലാതെ ജനങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു ഇത്. 1945-ൽ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോഴേക്കും ഇസ്ലാം എന്നത് ഇന്തോനേഷ്യയുടെ ദേശീയ സ്വത്വത്തിൻ്റെ തന്നെ അടയാളമായി മാറിക്കഴിഞ്ഞിരുന്നു. 28 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം യുദ്ധങ്ങളുടെ അകമ്പടിയില്ലാതെ ഒരു പുതിയ വിശ്വാസ സംഹിതയിലേക്ക് മാറിയ ചരിത്രം ലോകത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സഹിഷ്ണുതയിലൂടെയും പ്രാദേശിക സംസ്കാരങ്ങളോടുള്ള ആദരവിലൂടെയും മാത്രമേ ഏതൊരാശയത്തിനും ജനഹൃദയങ്ങളിൽ ശാശ്വതമായ ഇടം നേടാൻ സാധിക്കൂ എന്ന് ഇന്തോനേഷ്യ തെളിയിക്കുന്നു.
വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ടല്ല, മറിച്ച് അവയെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ സംസ്കാരം വികസിച്ചത്. ആധുനിക ലോകത്ത് മതപരമായ തീവ്രതകളും അസഹിഷ്ണുതകളും വർദ്ധിച്ചു വരുമ്പോൾ ഭിന്നതകളെ എങ്ങനെ സൗഹാർദ്ദപരമായി മറികടക്കാം എന്നതിൻ്റെ മികച്ചൊരു മാതൃകയായി ഇന്തോനേഷ്യയുടെ സാംസ്കാരിക ചരിത്രം എന്നും തിളങ്ങി നിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.